ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. SSC CHSL 2024 ക്രാഷ് കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ജോമെട്രിയുടെ ഒന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യാൻ പോകുന്നത്. ജോമെട്രിക്ക് 2 ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ 20-ൽ അധികം ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ക്ലാസ്സിൽ മാത്രം ഡിസ്കസ് ചെയ്യും. ഈ ജോമെട്രി ടോപ്പിക്ക് കഴിയുന്നതോടുകൂടി നമ്മളുടെ CHSL വേണ്ടിയുള്ള എല്ലാ ടോപ്പിക്കുകളും നമ്മൾ എന്ത് ചെയ്തു കവർ ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഈ ജോമെട്രി ചാപ്റ്ററോടെ കഴിയുമ്പോൾ നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും നിങ്ങൾക്ക് CHSL വരുന്ന പ്രിലിംസിന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും പ്രാക്ടീസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലിയാണ് ബാക്കി ക്ലാസ്സുകൾ എല്ലാ ക്ലാസ്സുകളും കണ്ട് പഠിച്ചിട്ടുണ്ടോ, അതിലെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട്, അതായത് ക്ലാസ് കാണാതെ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് നോട്ട് തന്നിട്ടുണ്ട്. ആ ക്ലാസ് നോട്ട് വെച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡെയിലി ഓരോ ക്ലാസ്സിലും മിനിമം 20 ക്വസ്റ്റ്യൻ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ യൂസ് നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ യൂസ് നിങ്ങളുടെ എക്സാമിന് അത് പ്രതിഫലിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് കണ്ടിട്ടില്ലാത്തവർ പ്ലേലിസ്റ്റ് പോയിട്ട് എങ്ങനെ പ്ലേലിസ്റ്റ് എടുക്കുന്നതൊക്കെ കഴിഞ്ഞ ഓൾജിബ്രയുടെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് എങ്ങനെയാണ് പ്ലേലിസ്റ്റിൽ നിന്നും ക്ലാസ്സിൽ എടുക്കുന്നതെന്ന് അറിയാത്തവർ അത് എടുത്ത് കണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ജോമെട്രിയിലെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അതിനു മുമ്പ് നമ്മളുടെ ഇത് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഇതിനകത്ത് എല്ലാ എക്സാംസിന് വേണ്ടിയുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതായത് നമ്മളുടെ ഓഫ്ലൈനിൽ കിട്ടുന്ന അതേ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കണ്ട് ക്ലാസ്സുകൾ എടുക്കാവുന്നതാണ്. ആപ്ലിക്കേഷനാണ് ദിശ ഓൺലൈൻ അല്ലെങ്കിൽ ദിശ അക്കാഡമി എന്ന് പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അതിൽ നിന്നും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഇത് ഓഫ്ലൈൻ സെൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതിനകത്ത് കൊല്ലം കൂടുണ്ട്. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് സ്ലൈഡ് കാണാവുന്നതാണ്. ഓക്കെ, ഇത് CHSLൻ്റെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, അപ്പോൾ ഇന്ന് നമുക്ക് ജോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ജോമെട്രിയിൽ ചെയ്തിട്ടുള്ള നിങ്ങൾ കാണേണ്ട ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾ യൂട്യൂബ് എടുക്കുക. യൂട്യൂബിൽ ജസ്റ്റ് ജോമെട്രി ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ജോമെട്രി ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ക്ലാസ്സുകളിൽ ജോമെട്രിയുടെ സർക്കിളിൻ്റെ പാർട്ട് 1 ഈ ക്ലാസ് ഉണ്ട്. ജോമെട്രിയിലെ സർക്കിളിൻ്റെ പാർട്ട് 3, അതേപോലെ ജോമെട്രി ക്ലാസ് നമ്പർ 2 ഉണ്ട്. SSC CGL 2023 വേണ്ടി ക്ലാസ് നമ്പർ 2 ഉണ്ട്. ക്ലാസ് നമ്പർ 1 ഇതാണ്. അത് കഴിഞ്ഞിട്ട് ക്ലാസ് നമ്പർ 2 ഉണ്ട്. ക്ലാസ് നമ്പർ 2 ഇതാണ്. ക്ലാസ് നമ്പർ 3 ഇതാണ്. അങ്ങനെ സർക്കിളിനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ട്രയാങ്കിൾസിൻ്റെ ക്ലാസ് ട്രയാങ്കിൾ പാർട്ട് 1. ഓക്കെ, ഇതൊരു 45 മിനിറ്റത്തെ ക്ലാസ് ആണ്. അതുപോലെ ട്രയാങ്കിൾ പാർട്ട് 2 ഉണ്ട്. ട്രയാങ്കിൾസിൻ്റെ പാർട്ട് 2 ഉണ്ട്. പാർട്ട് 2 ആണ് കേട്ടോ. ക്ലാസ് നമ്പർ 14 ഇത് ക്ലാസ് നമ്പർ 13. ക്ലാസ് നമ്പർ 13ഉം ക്ലാസ് നമ്പർ 14ഉം ഇങ്ങനെ 4 ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർക്കിളും ട്രയാങ്കിളും ഫുള്ള് കംപ്ലീറ്റ് അല്ല, എന്നാലും നിങ്ങൾക്കത് കണ്ടൊരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ, ബാക്കി ക്ലാസ്സുകൾ ഫൗണ്ടേഷൻ ബാച്ചിൽ അല്ലെങ്കിൽ ആപ്ലിക്കേഷനിലാണ് ഫുൾ ക്ലാസ്സുകൾ ഉള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമുക്ക് വേഗത്തിൽ ചെയ്യാം. എക്സാമിന് എങ്ങനെ നിങ്ങൾ ചെയ്യണം എന്നതാണ് ഞാൻ ഈ ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇഫ് എക്സ് ആൻഡ് വൈ ആർ റെസ്പെക്റ്റീവ്ലി സപ്ലിമെന്റ് ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് ആംഗിൾ 60. അപ്പോൾ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോടെ കൂട്ടുമ്പോൾ 180 ആവണം. അപ്പോൾ 60യുടെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 120. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടോടെ കൂട്ടുമ്പോൾ 90 ആവണം. അപ്പോൾ കോംപ്ലിമെന്റ് എത്താണ്? 30 ആണ്. അപ്പോൾ എക്സും വൈയും കിട്ടി. വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ 120 പ്ലസ് 30 എത്രയാണ്? 150. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. സപ്ലിമെന്ററി ആംഗിൾ എന്താണ്, കോംപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോടെ കൂട്ടുമ്പോൾ 180 വരണം. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ രണ്ടോടെ കൂട്ടുമ്പോൾ 90 ഡിഗ്രി വരണം. ഇഫ് ദ കോംപ്ലിമെന്റ് ഓഫ് ആംഗിൾ x is equal to supplement of angle 4x and the supplement of an angle y is 4 times its complement, then what is the value of x plus y? അപ്പോൾ ഇവിടെ ആ ഒരു കോംപ്ലിമെന്റും സപ്ലിമെന്റും ആംഗിൾ എന്താണെന്ന് അറിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കോംപ്ലിമെന്റ് ഓഫ് ആംഗിൾ x എന്ന് പറഞ്ഞാൽ എന്താണ്? 90 മൈനസ് എക്സ് ആണ്. ഓക്കെ, കോംപ്ലിമെന്റ് ആണ്. ഈക്വൽ ടു ദ സപ്ലിമെന്റ് ഓഫ് ആംഗിൾ 4x, അതായത് 180 മൈനസ് 4x. ഇതിനകത്ത് എക്സ് കിട്ടുമല്ലോ. ഈ 4x ഇപ്പോഴത്തെ പ്ലസ് 4x ആവും. ഇപ്പോൾ 4x മൈനസ് എക്സ് 3x ആവും. 3x എന്ന് പറഞ്ഞാൽ 180 മൈനസ് 90 ആണ്. എക്സിൻ്റെ വാല്യൂ 30 കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ്? 30 ആണ് വേണ്ടത്. ഇനി y ആൻഡ് സപ്ലിമെന്റ് ഓഫ്, ഇങ്ങനെ ആയിരിക്കും നിങ്ങൾ എഴുതുന്നത്. ആൻഡ് സപ്ലിമെന്റ് ഓഫ് ആൻ ആംഗിൾ y, വൈയുടെ സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 180 മൈനസ് y ആണ്. ഈക്വൽ ടു 4 ടൈംസ് ഇറ്റ്സ് കോംപ്ലിമെന്റ് 90 മൈനസ് y. ഓക്കെ, 90 മൈനസ് y ആണ് വൈയുടെ കോംപ്ലിമെന്റ്. 180 മൈനസ് y ആണ് സപ്ലിമെന്റ്. അതിന്റെ 4 ടൈംസ് ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ കാൽക്കുലേഷൻ ചെയ്യുന്നത്? ഇവിടെ -4 വരും. ഇവിടെ -y ഉണ്ട്. ഇപ്പുറത്ത് വരുമ്പോൾ +y ആയി. അപ്പോൾ 3y വാല്യൂ നമുക്ക് എന്ത് വരും? ഇവിടെ 4 × 90 360 മൈനസ് 180 വൈയുടെ വാല്യൂ 180/3 60 വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ 60 കൂട്ടുക. 60 30 എത്രയാണ്?
90 നമുക്ക് ആൻസർ കിട്ടും. എന്താണ് സപ്ലിമെന്റ്, എന്താണ് കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇങ്ങനെ തരുവാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ എഴുതി വേഗത്തിൽ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. യെസ്. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ മെഷേഴ്സ് ഓഫ് ടു കോംപ്ലിമെന്ററി ആംഗിൾസ് ഈസ് 12. ഇഫ് ദ സ്മോളർ ആംഗിൾ ഇസ് എക്സ് ദെൻ ദ വാല്യൂ ഓഫ് 2x - 5. അപ്പോൾ സ്മോളർ ആംഗിൾ എക്സ് ആണെങ്കിൽ സ്മോളർ ആംഗിൾ ആണ് എക്സ്. അപ്പോൾ വലിയ ആംഗിൾ എന്തായിരിക്കും? ഇതെന്താണ്? കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി, ഡിഫറൻസ് 90 ഡിഗ്രി, അതായത് സപ്ലിമെന്ററി 180 ആണ്. അപ്പോൾ മറ്റേന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 90 - x ആയിരിക്കും. അപ്പോൾ 90 - x ഇതിന്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത് 12. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ -2x ആണ്. 2x ഇപ്പുറത്ത് വരുമ്പോൾ എത്ര ആവും? 12 കുറയ്ക്കണം, 78. എക്സിന്റെ വാല്യൂ എന്ത് വരും? എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2x 78 ആണ്. ഇവിടുന്ന് 2x 78 ആണ്. ഇപ്പോൾ 78 - 5 ചോദിച്ചേക്കുന്നത് 73. വേറെ ഒന്നും ചെയ്യണ്ട, നിങ്ങൾ എക്സിന്റെ വാല്യൂ ഒന്നും കണ്ടുപിടിക്കണ്ട. കാരണം നമുക്ക് 2x - 5 ചോദിച്ചേക്കുന്നത്. കണ്ടോ, ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് അത് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇവിടെ വേറെ ട്രിക്കുകളൊന്നുമില്ല. നിങ്ങൾ ആ ഒരു കൺസെപ്റ്റ് എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അപ്പം 2x ഇവിടെ കിട്ടും. 2xന്റെ വാല്യൂ 78. 78 - 5 73 ആണ് നമ്മുടെ ആൻസർ. പോയിന്റ് P ലൈസ് ഓൺ AB ഇഫ് PQ is a ray such that APQ എന്നിട്ടുണ്ട് 5a - 2b, QPB എന്നിട്ടുണ്ട് 3a + 2b, then the value of 6a - 25. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വായിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ആ ഫിഗർ വരച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. പോയിന്റ് P ലൈസ് ഓൺ AB എന്ന് പറയുന്ന ഒരു ലൈനിൽ, ABയിലാണ് എന്തുള്ളത്? P എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉള്ളത്. PQ is a ray such that APQ, ഓക്കെ, PQ എന്ന് പറഞ്ഞാൽ ഒരു റേ ആണ്. സച്ച് ദാറ്റ് APQ എത്രയാണ്? APQ എന്ന് പറഞ്ഞാൽ 5a - 2b. കണ്ടോ, ഫിഗർ വരച്ചപ്പോൾ എല്ലാം ശരിയാവുന്നുണ്ടോ? QPB, അതായത് ഈ ഒരു ആംഗിളിന്റെ വാല്യൂ തന്നിട്ടുണ്ട് 3a + 2b. അപ്പോൾ ഇവിടെ നിന്ന് എന്താ, ഇവിടെ ഏത് പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? ഒരു സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ കണ്ടോ, AB എന്ന് പറയുന്ന സ്ട്രേറ്റ് ലൈൻ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന ഈ ഒരു സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ 180 ഡിഗ്രി ആയിരിക്കും, താഴെ എന്തായിരിക്കും? 180 ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രേറ്റ് ലൈനിൽ ഉണ്ടാക്കുന്ന ടോട്ടൽ ആംഗിൾ 180 ആണ്. എന്താണ്? ഇതിൻ്റെയും സമ്മ്, ഈ രണ്ട് സമ്മ് എന്തായിരിക്കും? 180 ആയിരിക്കും. വരുന്ന A കണ്ടുപിടിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. 5a 3a, ഓക്കെ, 3a + 2b ആണല്ലോ, ഇത് 5a - 2b. ഓക്കെ, + 2b - 2b. ഓക്കെ, അപ്പോൾ രണ്ടുകൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? നമുക്ക് 5aയും 3aയും -2bയും + 2bയും വെട്ടിപ്പോയി. അപ്പോൾ 8a വാല്യൂ നമുക്ക് എത്ര കിട്ടും? 180. അപ്പോൾ 8a വാല്യൂ ആണ് 180. 8a വാല്യൂ 180. 8a വാല്യൂ 180 എങ്കിൽ 2a വാല്യൂ കിട്ടും. 4 വെച്ച് കിട്ടിയാൽ 4 വെച്ച് കിട്ടുമ്പോൾ 2a വാല്യൂ 45. ഇപ്പോൾ 6a എന്ന് പറഞ്ഞാൽ 45 × 3 135. 135 - 25 110. അപ്പോൾ കാൽക്കുലേഷൻ ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഞാൻ കാൽക്കുലേഷൻ ചെയ്തത്? ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്താൽ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാം. എങ്ങനെ ചെയ്ത്? 8a വാല്യൂ കിട്ടി, നമുക്ക് 6a വേണമെന്ന്, ഞാൻ ഒന്നും കണ്ടുപിടിക്കുന്നില്ല. 8a വാല്യൂ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് 180 എന്ന് പറഞ്ഞാൽ 45 × 4 അല്ലേ? 45 × 4. അപ്പോൾ 8a ഞാൻ 4 കൊണ്ട് ഗുണിച്ചപ്പോൾ 2a കിട്ടി. കാര്യം എനിക്ക് 6aയിലോട്ട് എത്തിക്കണം. ഡയറക്റ്റ് 8aയിൽ നിന്ന് 6aയിലോട്ട് വരാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തെങ്കിലും പറ്റും, എഴുതിയെങ്കിലേ പറ്റത്തുള്ളൂ. എഴുതാതെ എങ്ങനെ ചെയ്യാം? എഴുതാതെ പെൻ ഫ്രീ ആയിട്ട് എങ്ങനെ ചെയ്യാം? അതാണ് നമ്മൾ നോക്കുന്നത്. ഇങ്ങനത്തുള്ള മെത്തേഡ്സാണ് നിങ്ങൾക്ക് വേണ്ടത്, എക്സാമിന് വേണ്ട മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ 180/4 45. അതൊക്കെ എങ്ങനെ കിട്ടുന്നത്? ഡെയിലി എക്സസൈസ് ചെയ്താൽ, മാത്സിന് എക്സസൈസ് ചെയ്താൽ കിട്ടും. സെർച്ച് ചെയ്താൽ മതി ചാനലിൽ, നിങ്ങൾക്ക് സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് പറഞ്ഞ വീഡിയോ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് 6a കിട്ടി. 6യുടെ വാല്യൂ നമുക്ക് എത്തി 135. 45 × 3, 2 × 3 ആണ് 6. അതേപോലെ 45 × 3. അപ്പോൾ എത്ര കിട്ടും? അതേ -25 110 ആൻസർ കിട്ടും. 2 ലൈൻ സെഗ്മെന്റ്സ് AB ആൻഡ് PQ ഇന്റർസെക്ട് ഈച്ച് അതർ അറ്റ് O. ഓക്കെ, 2 ലൈൻ സെഗ്മെന്റ്സ് ആണ് ഇന്റർസെക്ട് ഈച്ച് അതർ. പോയിന്റ് BQR ജോയിന്റ് ഇഫ് ദ ആംഗിൾ AOP എന്നിട്ടുണ്ട്, വാല്യൂ ഓഫ് OBQ. ഓക്കെ, ഇപ്പോൾ 2 ലൈൻ സെഗ്മെന്റ്സ് ABയും PQ. ഓക്കെ, ABയും PQയും എവിടെയാണ് മുട്ടുന്നത്? O എന്ന് പറയുന്ന പോയിന്റിലാണ്. ഓക്കെ, ABയും PQയും എവിടെയാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്? O എന്ന് പറയുന്ന പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. പോയിന്റ് Bയും Q എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. Bയും Qയും ജോയിൻ ചെയ്തു. ഇഫ് ദ AOP എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് OBQ, ഈ ആംഗിളും ആൻഡ് BQO. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് 120 കാണുമ്പോൾ തന്നെ 120 എഴുതാൻ പറ്റും. എങ്ങനെയാണ് 120 എഴുതാൻ പറ്റുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഏതൊക്കെയാ? ഇങ്ങനെ ഉണ്ടാക്കും. ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇത് ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് ഈ ആംഗിളുമാണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ. അതേപോലെ ഇവിടുത്തെ ഉണ്ടാക്കുന്ന ഈ ആംഗിളും എന്താണ്? വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റിവിഷനാണ് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ ഒരു ട്രയാങ്കിളിലെ ആംഗിൾസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 180 ആണ്. ഇവിടെ 60 ഓൾറെഡി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള 2 ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും സം എന്ന് പറയുന്നത്? 180 ആവാൻ വേണ്ടി ഇത് എത്ര ആയെങ്കിലേ പറ്റൂ? ഇതിൻ്റെ സം 120 ഡിഗ്രി ആയെങ്കിലേ പറ്റൂ. അതല്ലേ നമ്മളിത് ചോദിച്ചേക്കുന്നത്? OBQ എന്താണ്? BQO അതിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്ര വരും? 120 ഡിഗ്രി എന്ന് വരും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. 2 കറസ്പോണ്ടിങ് ആംഗിൾസ് ഫോംഡ് ബൈ ഇന്റർസെക്ഷൻ ഓഫ് 2 പാരലൽ ലൈൻസ് ബൈ എ ട്രാൻസ്വേഴ്സൽ ആർ x and 70. Then the value of 4x -
30. ഇപ്പോൾ 2 കറസ്പോണ്ടിങ് ആംഗിൾസിൻ്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ട്, ഓക്കെ, ഇതൊക്കെ നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്ന ആ ഒരു പാരലൽ ലൈൻസിൻ്റെ കാര്യം പറയുമ്പോൾ പഠിക്കുന്നതാണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇതാണെങ്കിൽ മേളത്തെ കറസ്പോണ്ടിങ് ആംഗിൾ ഇതാണെങ്കിൽ താഴത്തെ എന്തായിരിക്കും, ഇതായിരിക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ ആണെങ്കിൽ ഇവിടുത്തെ ആയിരിക്കും. അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്നു, ഈ ആംഗിളാണ് എക്സ് എന്ന് എടുത്താൽ ഇത് എത്രയാണ്, 70 ആണ് തന്നിട്ടുള്ളത്. 4x - 30 നമുക്ക് എന്ത് വേണം, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കുന്നത്, ഇവിടെ ഈ ഫിഗറിൻ്റെ ആവശ്യം തന്നെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കറസ്പോണ്ടിങ് ആംഗിൾസ് എന്തായിരിക്കും, ഒരു പാരലൽ ലൈൻ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. രണ്ട് പാരലൽ ലൈനെ ഒരു ട്രാൻസ്വേഴ്സിൽ ക്രോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് എന്താണ്, ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ എക്സും 70 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര തന്നെ ആയിരിക്കും, 70 തന്നെ ആയിരിക്കും. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണെന്നുള്ള പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സിൻ്റെ വാല്യൂ 70 ആണെങ്കിൽ 4 × 70 280 - 30 250 ഡിഗ്രി ആയിരിക്കും ആ ഒരു 4x - 30യുടെ വാല്യൂ. ഇതിന് പേന എടുക്കേണ്ട, പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഫിഗർ മനസ്സിലാവാൻ വേണ്ടിയാണ്. പിന്നെ അത് നമുക്ക് ഇതും ഈക്വൽ ആയിരിക്കും, ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും, ഇവിടുത്തെ ആംഗിളും ഇവിടുത്തെ കറസ്പോണ്ടിങ് ഇതാണ്, ഇത് ഈക്വൽ ആയിരിക്കും, മേളത്തതും ഈക്വൽ ആയിരിക്കും. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കുള്ള സമ്മ് 180 ഡിഗ്രി ആയിരിക്കും, ഓപ്പോസിറ്റ് ഉള്ള ഇത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കാര്യം. പിന്നെ ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, ഇന്റേണൽ ഓപ്പോസിറ്റ്. ഇത് എക്സ് ആണെങ്കിൽ ഇത് വൈ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, വൈ ആയിരിക്കും. അതുപോലെ ഇവിടെ എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, എക്സ് ആയിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്, ഓക്കെ, ഓൾട്ടർനേറ്റ് എക്സ്റ്റീരിയർ ആംഗിൾസ് അതെല്ലാം ഈക്വൽ ആയിരിക്കും. ആ പ്രോപ്പർട്ടികളെല്ലാം ഉണ്ട് അവിടെ. യെസ്, അടുത്ത ഈ ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞേ. അപ്പോൾ മെയിനായിട്ടും ഈ CHS ക്ലാഷ് കോഴ്സിൽ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്കുകൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് ഉണ്ട്. ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾ, ആ രണ്ടും ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ലൈൻസ് ആൻഡ് ആംഗിൾസ്, ട്രയാങ്കിൾ, പിന്നെ സിമിലാരിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമിലാരിറ്റി, അതേപോലെ സർക്കിൾ. ഓക്കെ, ക്വാഡ്രിലാറ്ററൽ ചെയ്യുന്നില്ല, അത് ഞാൻ മെൻസുറേഷൻ 3Dയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാക്കി നിങ്ങൾ സെറ്റ് ചെയ്യണം. യെസ്, ഇത്രയും ഇതിലെ ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ ക്രാഷ് കോഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. ഓക്കെ, യെസ്. ദ 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റിംഗ് ദ പാരലൽ ലൈൻസ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് മാത്സ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പഠിച്ചിട്ട് കാര്യമില്ല. നിങ്ങളൊരു കറക്റ്റ് ആയിട്ടുള്ള ബേസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലെ ഫൗണ്ടേഷൻ ബാച്ച് മാത്സിന് മാത്രമായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. നിങ്ങൾക്ക് അതെടുത്ത് നന്നായിട്ട് പഠിക്കാവുന്നതാണ്. ഏത് എക്സാമിന് പഠിക്കുന്നവരായാലും അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിനും മാത്സ് എന്ന് പറയുന്ന സംഭവം ഒരു പ്രയാസമേ ആയിരിക്കത്തില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡെമോ ക്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ദ 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ ഇന്റർസെക്റ്റിംഗ് 2 parallel lines are in the ratio 2:7. 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, അതായത് താഴെ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് 2:7 കിടക്കുന്നത്. ദ ഗ്രേറ്റർ ആംഗിൾ ഇസ് y, then the value of 3y - 40. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. ഇന്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, അകത്തുള്ളത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വരച്ച ഫിഗറിൽ അകത്തുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ഫിഗർ വേണമെങ്കിൽ വരച്ച് തരാം. ഇത് പേന വേണ്ട. 9ന്റെ വാല്യൂ ഇത് 2:7 ആണ്. 9ന്റെ വാല്യൂ ആണ് 180. 1 പറഞ്ഞാൽ 20 ആണ്. ഗ്രേറ്റർ ആംഗിൾ y ആണ്. ഇപ്പം 140 3 420 - 40 380 ആണ് ആൻസർ. എനിക്കിത് എന്ത് വേണ്ട, പേന വേണ്ട, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇത് പെൻ ഫ്രീ ആയിട്ട് തന്നെ ചെയ്യണം. എന്താണ് പറഞ്ഞുതരാം, മനസ്സിലാവാത്തവർക്ക് പറഞ്ഞുതരാം. 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് എ ട്രാൻസ്വേഴ്സൽ എന്ന് പറഞ്ഞാൽ ഈ ലൈനാണ് ട്രാൻസ്വേഴ്സൽ. ഇത് രണ്ടും എന്താണ്, പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് 2 ഇന്റീരിയർ ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്. ഞാൻ എന്താ, ഇതും ഇന്റീരിയർ ആംഗിൾസ്, അകത്തുള്ള 2 ആംഗിൾസ് ഓൺ ദ സെയിം സൈഡ്, ട്രാൻസ്വേഴ്സലിൻ്റെ സെയിം സൈഡിൽ. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ആംഗിളിൻ്റെ സം എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. പ്രോപ്പർട്ടിയാണ് അത്, നമ്മുടെ ഈക്വാലിറ്റി വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതൊക്കെ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിപ്പിക്കുന്നതാണ്. ഇതിൻ്റെ വാല്യൂ ആണ്, ഇതാണ് എന്ത് ചെയ്യുന്നത്, ഇത് 2:7 കിടക്കുന്നത്. ഇത് 2 യൂണിറ്റ് ആണെങ്കിൽ ഇത് 7 യൂണിറ്റാണ്. നിങ്ങൾ റേഷ്യോ പഠിച്ചിട്ടില്ലാണ്. ടോട്ടൽ 9 യൂണിറ്റാണ് 180. വലിയ ആംഗിൾ, ഗ്രേറ്റർ ആംഗിളാണ് വൈ. ഇപ്പോൾ 7 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും, 9 യൂണിറ്റ് 180, 1 യൂണിറ്റ് 20, 7 യൂണിറ്റ് 140. വൈഡ് വാല്യൂ 140 ആണ്. 140 × 420 - 40 380 ആൻസർ കിട്ടും. പേന എടുക്കാതെ തന്നെ ചെയ്യണം. സം ഓഫ് കോംപ്ലിമെന്റ് ആൻഡ് സപ്ലിമെന്റ് ഓഫ് ആംഗിൾ തന്നിട്ടുണ്ട്. വാല്യൂ 4y - 30. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ് ആംഗിൾ എങ്കിൽ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 90 - x. സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 180 - x. ഇതിന്റെ വാല്യൂ വന്നിട്ടുണ്ട് 220. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, y. ഓക്കെ, സം ഓഫ് കോംപ്ലിമെന്റ് ആംഗിൾ y, എക്സ് അല്ല, ഇവിടെ y ആണ്. ഓക്കെ, y ആണ്. അപ്പോൾ എന്ത് കിട്ടും, ഇവിടെ -2y അപ്പുറത്ത് പോകുമ്പോൾ +2y ആവും. ഇവിടെ 180, ഇത് 270 - 220 50 ആവും. 2yയുടെ വാല്യൂ 50 ആണെങ്കിൽ 4y എത്രയാണ്, 100 ആണ്. 2yയുടെ ഇരട്ടിയാണ്. 100 - 30 എത്രയാണ്, 70 ആണ്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ പേന എടുത്ത് എഴുതണം. ഇത്ര എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. ഇത്ര എഴുതണം, അല്ലെങ്കിൽ ഇത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട. ഇത്ര എഴുതിയിട്ട് പിന്നെ നിങ്ങൾ പേന എടുത്താൽ എന്താണ്, അത് മണ്ടത്തരാണ്. അപ്പോൾ എത്ര സമയം കുറയ്ക്കാമോ അത്രയും സമയം കുറച്ചേ നമ്മൾ എന്ത് ചെയ്യാവൂ, ക്വസ്റ്റ്യൻസ് ചെയ്യാവൂ. നമ്പർ ഓഫ് ഡിഗ്രീസ് ഇൻ ദ 3 and 1/2 ഓഫ് എ റൈറ്റ് ആംഗിൾ. ഓക്കെ, 3 and 1
ഹാഫ് ഓഫ് എ റൈറ്റ് ആംഗിളിലുള്ള നമ്പർ ഓഫ് ഡിഗ്രീസ്. അതായത് ഒരു റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ഇപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നാൽ എന്ത് ചെയ്യും? അറിയാത്തവരാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറിയാവുന്നവരാണെങ്കിൽ പെട്ടെന്ന് എഴുതി പോകും. 1 റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 3 and 1/2 ഓഫ് എ റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ 3 and 1/2 എന്ന് പറഞ്ഞാൽ 3.5. അതായത് 7/2. 3ഉം 3 and 1/2 എന്ന് പറഞ്ഞാൽ 3.5ആണ്. 3.5 7/2. 7/2 റൈറ്റ് ആംഗിളിൽ എത്ര ഡിഗ്രി ഉണ്ട്? അതായത് 90 ഡിഗ്രിയാണ് ഒരു റൈറ്റ് ആംഗിളിൽ. 7/2 റൈറ്റ് ആംഗിളിൽ എത്ര ഉണ്ട്? ഇത്ര ഉള്ളൂ, സിമ്പിൾ. 45 × 7 എത്രയാണ്? 250, 35, 315 ഡിഗ്രീസ് ഉണ്ട് 3 and 1/2 ഓഫ് എ റൈറ്റ് ആംഗിൾ. അതായത് 3 and 1/2 ഓഫ് എ റൈറ്റ് ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 3.5 ഉണ്ട്. 90നെ 3 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും. അറിയാത്തവർ എന്ത് ചെയ്യും? ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ക്രാഷ് കോഴ്സ് അത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത്. The two interior angles on the same side of a transversal formed by the intersection of two parallel sides. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ, 2 interior angles. അതേ ലാംഗ്വേജിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് 2 interior angles on the same side. ഇനി നമുക്ക് ഫിഗർ വരയ്ക്കേണ്ട കാര്യമുണ്ടോ? വേണ്ട. അപ്പോൾ അതിൻ്റെ സം എന്താണ്? എക്സിൻ്റെയും 70യുടെയും സം എത്രയാണ്? 180 എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 110 × 3. എങ്ങനെയാ? ടോട്ടൽ സം 180. ഇത് 70 ആണെങ്കിൽ 110. 110 × 3 310 - 30 300 ആൻസർ കിട്ടും. ഒരു പേനയും വേണ്ട, ഒരു പേനയുടെ ആവശ്യമില്ല. യെസ്. നെക്സ്റ്റ് നമുക്ക് ട്രയാങ്കിൾ. ഇപ്പം നമ്മൾ ലൈൻസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന സെക്ഷനാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കിൾ എന്ന് പറയുന്ന സെക്ഷൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ട്രയാങ്കിൾ എന്ന് പറയുന്ന സെക്ഷനോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ സിമിലാരിറ്റിയും അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര പേര് ഇത് കാണുന്നു? ആദ്യം കണ്ട 6000 7000 പേര് ക്ലാസ് കണ്ടു, ഫസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ക്ലാസ്. അത് കഴിഞ്ഞ് ആൾക്കാരുടെ എണ്ണം പകുതിയായിട്ട് കുറഞ്ഞു, പിന്നെ ആൾക്കാരുടെ എണ്ണം അതിലും കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം അതെന്താണ്? പക്ഷേ നമ്മൾ ക്ലാസ് നിർത്തിയിട്ടില്ല. നിങ്ങൾ കുറച്ച് പേര് കണ്ടാലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ റെഗുലറായിട്ട് തരുമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും. ഓക്കെ, അതിലൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് ഇതിൽ കാണുന്നു. അപ്പോൾ നിങ്ങൾ എത്ര പേര് ഇത് സീരിയസ് ആയിട്ട് കാണുന്നു, അവർക്കെല്ലാം എക്സാം ക്ലിയർ ചെയ്യണമെന്നുള്ള അതിയായിട്ട് ആഗ്രഹമുണ്ട്. അവർക്ക് നന്നായിട്ട് പഠിക്കണം, എക്സാം മെത്തേഡ് പഠിക്കണം, അവിടെ പോയിട്ട് സെറ്റായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതെനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ക്ലാസ്സുകൾ ഇത്ര ഒരു ക്വാളിറ്റിയിൽ ഒരു ഇതിലും വ്യത്യാസം വരുത്താതെ നമ്മൾ ക്ലാസ് തന്നിരിക്കും. അപ്പോൾ ഓരോ ക്ലാസ്സും കണ്ടാൽ മതി. നിങ്ങൾക്ക് ഒരു ക്ലാസ് പോലും റിപ്പീറ്റ് ആയിട്ട് ചെയ്യുന്നില്ല. എല്ലാത്തിലെയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫറൻ്റ് ആയിട്ടായിരിക്കും. ഞാൻ ആപ്ലിക്കേഷനിലായാലും ഇതിനേക്കാൾ ലെവലിൽ കൂടിയുള്ള നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കും, എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസും ചെയ്യിപ്പിക്കും. അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളവർക്ക് അതിൻ്റെ യൂസ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചു പോവുക, നന്നായിട്ട് കാര്യങ്ങൾ സെറ്റായിട്ട് പോവുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കുലർ പാർക്കിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. പെരിമീറ്റർ എത്രയാണ്? ദ ഏരിയ ഓഫ് ദ പാർക്കാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. 12 17 25 ട്രിപ്ലറ്റും അല്ല. ട്രയാങ്കിളിൻ്റെ ആ ക്ലാസ്സുകൾ ഞാൻ പറഞ്ഞത് കാണണം. അപ്പോൾ 12 17 25 എന്ന് പറയുമ്പോൾ ടോട്ടൽ സം എത്ര വരും? 29 25 54 യൂണിറ്റിന് വാല്യൂ ആണ് 1080 തന്നേക്കുന്നത്. ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 54 × 20 ആണിത്, 20 യൂണിറ്റ് ആണ്. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 12 × 20 240 340 500. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് അവരുടെ ഒറിജിനൽ സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഒറിജിനൽ സൈഡ് ആണ്. ഏരിയ വേണം. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെരിമീറ്റർ. വേറെ ഒരു പരിപാടിയില്ല. ഇതൊന്നും അല്ല, റൈറ്റ് ആംഗിൾ ഒന്നും അല്ല. ഹാഫ് ഇൻറ്റു BH ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഹെറോൺസ് ഫോമില S × √S × S - A × S - B × S - C. അതെല്ലാം നമ്മുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ, ഏരിയ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ S എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി പെരിമീറ്റർ. സെമി പെരിമീറ്റർ എന്ത് വരും? 1080ൻ്റെ പകുതി 540. ഇപ്പോൾ √540 × 540 - S - A ഫസ്റ്റ് സൈഡ് 300 × 200 × 540 - 500 40. അപ്പോൾ ഇതിൻ്റെ റൂട്ടാണ് വേണ്ടത്. ഇതിൻ്റെ റൂട്ട് കിട്ടുമ്പോൾ നമുക്ക് എന്ത്? ഇത് എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കുന്നത്? നിങ്ങളൊന്ന് നോക്കേ. ഇവിടെ ഞാൻ കാണിച്ചു തരാം റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നോക്ക്. ഓക്കെ, ഇവിടെ 40 ഉണ്ട്, ഇവിടെയും 40 × 5. അപ്പം 40 റൂട്ടിന് പുറത്ത് വരുമ്പോൾ എന്താവും? 40 × 40 റൂട്ടിന് വരുമ്പോൾ 40 ആയി. എന്തായി? ഇവിടെ ഇനി 5 ഉള്ളൂ. ഈ പരിപാടി, ഇവന്മാരുടെ പരിപാടി കഴിഞ്ഞു. 5 ഉണ്ട്. ഇനി എന്തുണ്ട്? ഇവിടെ നോക്ക്. ഇത് 27 × 2 അല്ലേ? 27 × 20. അപ്പോൾ ഇവിടെ ഒരു 0. ഇത് കഴിഞ്ഞു, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഒരു 5 കൂടെ ഇങ്ങോട്ട് വന്നാൽ കഴിഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. ഇവിടെ 27 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. 27 × 3 81. 81 റൂട്ട് പുറത്ത് വരുമ്പോൾ എന്താവും? 9 ആവും. അപ്പോൾ ഇവിടെ 27 കഴിഞ്ഞു, ബാക്കി 20 ഉള്ള. ഇപ്പോൾ 20 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. 100 2 0. 2 0. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, 2 0 3 0 എന്തോ ആയിക്കോട്ടെ, ഞാൻ അതൊന്നും ബോധരല്ല. കാര്യം എന്ന് പറഞ്ഞാൽ 9 4 36. അതായത് നമ്മുടെ ആൻസറിനകത്ത് ഹെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? 10,000 മീറ്റർ ആണ്. 10,000 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നത് ഒരു ഹെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു വാല്യൂവിനെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താലേ ഹെക്ടറിൽ വാല്യൂ കിട്ടും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, ബാക്കി പൂജ്യങ്ങൾ എന്തോ ആയിക്കോട്ടെ, എനിക്ക് അതിലൊന്നും ഒരു ഇതല്ല. ബാക്കി അങ്ങനെയാണ് പൂജ്യങ്ങൾ വരുന്നത്. എനിക്കത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ എനിക്ക് 4 0 1 2 3 4 5 6 0 റൂട്ടിന് പുറത്ത് വരുമ്പോൾ 3 0 വന്നേനെ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ നോക്കുമ്പോൾ 9 4 36 3 കഴിഞ്ഞിട്ട് പോയിന്റോ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ 3.6 നമ്മുടെ ആൻസറിനകത്ത് 2 എണ്ണം 36 3.6 360 അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക്
ഫുള്ള് കണ്ടുപിടിക്കണമായിരുന്നു. ഇവിടെ 36 നോൺ സീറോ ഡിജിറ്റ് വരുന്ന ഓപ്ഷൻ ചെയ്തുകൊണ്ട് ഓപ്ഷൻ എ ഉള്ളൂ. അപ്പോൾ എന്ത് വന്നാലും ആ 3.6 ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. കാര്യം അപ്രോക്സിമേറ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്. യെസ്, സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. വാട്ട് ഇസ് ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഓൺ ദ ലോങ്ങസ്റ്റ് സൈഡ്. അപ്പോൾ 24, 32, 40 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഓക്കെ, 4 വെച്ച് കിട്ടുമ്പോൾ 8 വെച്ച് കിട്ടുമ്പോൾ 3, 4, 5 3, 4, 5 റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ എന്താണ് സൈഡിൻ്റെ റേഷ്യോ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് എന്താ, ഇത് 24, ഇത് 32, ഇത് 40 ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓൺ ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഓൺ ദ ലോങ്ങസ്റ്റ് സൈഡ്, അതായത് ഇതിന് ലോങ്ങസ്റ്റ് സൈഡിലോട്ട് വരയ്ക്കുന്ന ഈ ഒരു പെർപെൻഡിക്കുലറിൻ്റെ ലെങ്ത് എന്നാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫോമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ഫോമുല പഠിക്കേണ്ടതാണ്, തിയറമായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ പെർപെൻഡിക്കുലർ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതേ ഇൻറ്റു ഇത് ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇപ്പോൾ ഇവിടുത്തുള്ള ഈ പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ബേസ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ഈ പെർപെൻഡിക്കുലർ ലെങ്ത് എന്ന് വരും ബേസ് 24 ഗുണം 32 ഡിവൈഡഡ് ബൈ 40. ഇത് 4 10 ആകുമ്പോൾ ഇത് 8 ആവും. 24 192 ബൈ 10 19.2 സെൻറ്റിമീറ്റർ. വേറെ ഒന്നും നോക്കണ്ട. ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആ ഫോമുല പഠിക്കണം. ഒരു 8 ഫോമുലാസ് ഉണ്ട്. അതൊക്കെ നമ്മൾ ഫൗണ്ടേഷനിൽ പഠിച്ചിട്ടുള്ളതാണ്. യെസ്, ഫൗണ്ടേഷൻ ബാച്ചിൽ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ദ കോസ്റ്റ് ഓഫ് ലേയിങ് കാർപ്പറ്റ് ഈസ് 10 per meter square. അതായത് 1 മീറ്ററിന് 10 രൂപ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കോസ്റ്റ് വാങ്ങുന്നത്. ഫൈൻഡ് ദ കോസ്റ്റ് ഓഫ് ലേയിങ് ദ കാർപ്പറ്റ് ഓൺ എ ട്രയാങ്കുലർ ഫീൽഡ് ഹാവിംഗ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇതിൻ്റെ ഏരിയ വേണം. ഏരിയയ്ക്ക് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ 10, 20, 20ൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഒരു ഐസോസിലസ് ട്രയാങ്കിൾ. ഐസോസിലസ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ 20, 20. അപ്പോൾ ഐസോസിലസ് ട്രയാങ്കിൾ പ്രോപ്പർട്ടി കൊണ്ട് നമ്മൾ ഇവിടെ പെർപെൻഡിക്കുലർ വരച്ചാൽ അത് എന്ത് ചെയ്യും, മൂന്നാമത്തെ സൈഡിനെ ഡിവൈഡ് ചെയ്യും. ഈ പ്രോപ്പർട്ടീസ് പഠിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 സൈഡിനെ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ അടിയിൽ ടോട്ടൽ 10 ആണ് വരുന്നത്, ഇത് എത്ര വരും, 5 വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഹൈറ്റിൻ്റെ ലെങ്ത് എന്ത് വരും, ടോട്ടൽ 10 ആണുള്ളത്. ഹൈറ്റിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് 5 കാണും. റൂട്ട് ഓഫ് 5 ഗുണം 4 ആണ്, ഇവിടെ 5 ഗുണം 1 ആണ്. അതായത് റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ മൈനസ് 1ന്റെ സ്ക്വയർ. ബാക്കിയുള്ളതിൻ്റെ പൈതഗോറസ് തിയറം. 16 മൈനസ് 1 15 വരും. 5√15 ആണ് എന്തെന്ന് പറയുന്നത്, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ 10 ആണ്. അതിലോട്ടുള്ള ഹൈറ്റ് 5√15. നമുക്ക് എന്ത് ചെയ്യാം, 5 25√15 25√15 ആണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മീറ്റർ സ്ക്വയർ ആണ് ഏരിയ. അപ്പോൾ കാർപ്പറ്റ് ഇടണമെങ്കിൽ എന്ത് ചെയ്യണം, 10 രൂപ വെച്ച് എന്ത് ചെയ്യണം, 1 മീറ്റർ സ്ക്വയറിന് കൊടുക്കണം. അപ്പോൾ ഇൻറ്റു 10, അതായത് 250√15 രൂപയാവും എന്ത് ചെയ്യാൻ, അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, അതിനെ കാർപ്പറ്റ് ഇടാൻ വേണ്ടിയുള്ള കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് ലെങ്ത് ഓഫ് ബേസ് ഓഫ് എ ട്രയാങ്കിൾ 6 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ്. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ബേസ്. അപ്പോൾ നമുക്ക് വേറെ ഒന്നുമില്ല, ഹാഫ് ഇൻറ്റു ബേസിനെ നമുക്ക് അറിഞ്ഞു. ബേസ് ഓഫ് ട്രയാങ്കിൾ 6 സെൻറ്റിമീറ്റർ മോർ ദാൻ ദ കറസ്പോണ്ടിങ് ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ ആൾട്ടിറ്റ്യൂഡിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കൂടുതല. അപ്പോൾ ബേസിന് ഞാൻ ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ബേസ് 6 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അപ്പം ബേസിനേക്കാൾ 6 സെൻറ്റിമീറ്റർ കുറവായിരിക്കുക. ഇതാണ് ഐഡിയ. 6 സെൻറ്റിമീറ്റർ കുറവായിരിക്കും എന്ന് പറയുന്നത് ഹൈറ്റ്. അതിന് നമുക്ക് ബേസാണ് കണ്ടുപിടിക്കണം. അതുകൊണ്ടാണ് എല്ലാം എന്തിലാക്കിയത്, ബേസിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതേണ്ടത്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇതാണ് 108 തന്നിട്ടുള്ളത്. ബേസിൻ്റെ വാല്യൂ വേണം. അപ്പോൾ വേറെ ഒന്നും നോക്കണ്ട. 2 ഇവിടെ പോകുമ്പോൾ എന്താവും, 216 ആവും. അപ്പോൾ ബി ഇൻറ്റു ബി മൈനസ് 6 216 ആണ്. അതായത് ഇവിടെ എന്തുണ്ട്, 9 ഉണ്ട്. 9 ഉണ്ടെങ്കിൽ 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 9 ഇൻറ്റു ഇവിടെ 9 കൊടുക്കാം ബിക്ക്, അല്ലെ 18 കൊടുക്കാം. 9 കൊടുത്ത് കഴിഞ്ഞാൽ കുറവായിപ്പോൾ 18 കൊടുക്കാം. 18 ഇൻറ്റു 18 മൈനസ് 6 അല്ലേ, 18 ഇൻറ്റു 18 മൈനസ് 6 18 ഇൻറ്റു 12 18 ഇൻറ്റു 12 216. ഓപ്ഷൻ സി എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു. നിങ്ങൾ ബി സ്ക്വയറോ മൈനസ് ബി 6b ഒന്നും ചെയ്യേണ്ട. ഇത് 9ന്റെ 2 കൂട്ടുമ്പോൾ 9ന്റെ മൾട്ടിപ്പിൾ 216 ഒക്കെ ഡെയിലി മാത്സിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നതാണ്. 24 ഗുണം 9 ആണ്. എപ്പോഴും എല്ലാ ദിവസവും എഴുതുന്നതാണ്. അതാണ് നമ്മളുടെ മൈൻഡിൽ എന്താവുന്നത്, സ്ട്രൈക്ക് ആവുന്നത്. അതൊന്നും ഒരു ദിവസം കൊണ്ട് നടക്കുന്ന കാര്യമല്ല. നിങ്ങൾ സ്ഥിരമായിട്ട് എന്ന് നിങ്ങൾക്ക് ജോലി വേണോ അന്ന് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, അത് എഴുതേണ്ട കാര്യമാണ്. യെസ്, ലെങ്ത് ഓഫ് ദ ഹൈപ്പോട്ടൻസ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ 13. ലെങ്ത് ഓഫ് ദ വൺ ഓഫ് ദ അതർ സൈഡ് 5. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് 12 5 12 13 എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രിപ്ലറ്റ് ആണ്. അടുത്ത സൈഡ് എന്താണ്, അടുത്ത സൈഡ് 5 ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസ് 5 ഇൻറ്റു ഹൈറ്റ്. ഇത് പേൻ എടുക്കാതെ ക്വസ്റ്റ്യൻ 6 30 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ഇത് പേൻ എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വേറെ ട്രിപ്ലറ്റുകൾ നിങ്ങൾക്ക് തരാം. 20 21 29 അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രിപ്ലറ്റുകളാണ്. ദ ഏരിയ ഓഫ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈസ് X, പെരിമീറ്റർ ഈസ് Y, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്. അപ്പോൾ ഏരിയ നിങ്ങൾ ഒരു കാര്യം നോക്കിയത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് 2 സെൻറ്റിമീറ്റർ സൈഡ് 2 ആയിട്ടുള്ള ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഏരിയ എന്ന് പറഞ്ഞാൽ √3 ആയിരിക്കും. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 6 ആണ്, 6 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. Y എന്ന് പറഞ്ഞാൽ എന്താണ്, പെരിമീറ്റർ. അപ്പോൾ Yക്ക് വേണേൽ 6 കൊടുക്കാം. ഇതിനെ കറസ്പോണ്ടിങ് ചെയ്തിട്ട് നോക്കിയാൽ മതി. Yക്ക് വേണേൽ 6 കൊടുക്കുമ്പോൾ 6⁴. 6⁴ 36 ഗുണം 36, അതായത് 1296 ഈക്വൽ ടു 432 ഇൻറ്റു എക്സ് സ്ക്വയർ, അതായത് ഇൻറ്റു 3 ആണോ? അതെ, 1296 ഈക്വൽ ടു 432 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. അപ്പോൾ √3യുടെ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്തു, സാറ്റിസ്ഫൈ ചെയ്തു. ഓപ്ഷൻ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് സ്മാർട്ട് അപ്രോച്ച് എന്ന്. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ ഇക്വേഷനോ കുന്തോ ഒന്നും എഴുതണ്ട. അപ്പോൾ ഇതൊക്കെ എവിടെയാണ് ഈ ഒരു സംഭവം, നിങ്ങൾ √3/4 a സ്ക്വയർ ചെയ്താൽ മതി. അതാണ് നമ്മുടെ ഏരിയ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ. a സ്ക്വയറിന് 2ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, √3 ടു ഏരിയ. അതിൻ്റെ പെരിമീറ്റർ 6 ആണ്. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ √3 തന്നെ കിട്ടും.
ഇതൊക്കെ നമ്മൾ ഫൗണ്ടേഷൻ വെച്ചിട്ട് പഠിപ്പിക്കുന്ന ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിളാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യും. ഞാനിത് ക്ലാസ്സിലും ചെയ്തിട്ടുണ്ട്, CGL സൊല്യൂഷൻ ചെയ്തപ്പോഴും ചെയ്തിട്ടുണ്ട്. ഇത്ര സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്ര സിമ്പിൾ, ഇതിലും സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ ഇല്ല. നിങ്ങൾ എക്സും വൈയും ഒക്കെ ഇട്ട് വൈയും എക്സും എല്ലാം ഇട്ട് കുളമാക്കുന്ന ക്വസ്റ്റ്യനാണ്. സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കണം. ഈ ഒരു പരിപാടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ ഇത്രയ്ക്ക് അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇത് മനസ്സിലാക്കി എടുക്കുന്നു അതനുസരിച്ചിരിക്കും നിങ്ങളുടെ എക്സാമിനുള്ള പെർഫോമൻസ്. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. ഓക്കെ, മലയാളത്തിൽ നിന്നും ഒരിക്കലും ഇങ്ങനെ ആരും ചെയ്യത്തില്ല. ഇത്രയും ഈ ഒരു ക്രാഷ് കോഴ്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വേറെ ഏത് ചാനൽ വേണമെങ്കിലും എടുത്ത് നോക്കും. നമ്മൾ ഇനി എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോ എക്സാമിനും വേണ്ടി അതിൻ്റെ ക്രാഷ് കോഴ്സും ചെയ്ത് എല്ലാത്തിനും അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രീവിയസും എല്ലാം എന്ത് ചെയ്യും, നിങ്ങൾക്ക് എത്രത്തോളം നല്ല ക്വാളിറ്റി കണ്ടന്റ് തരാമോ അത്രത്തോളം എന്ത് ചെയ്യും, തന്നിരിക്കും. യെസ്, പെരിമീറ്റർ ഓഫ് ഇക്വലാറ്റർ ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ. പെരിമീറ്റർ 75 ആണെങ്കിൽ 3 ഇൻറ്റു സൈഡാണ്. ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ സൈഡെല്ലാം ഈക്വൽ ആണ്. 75 പെരിമീറ്റർ എങ്കിൽ ഒരു സൈഡ് എന്ന് 75/3 25 ഏരിയ വേണം 25. അപ്പം ഞാനൊരു ഐഡിയ പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ്, 25 ആണ് സൈഡ്. 25 എന്ന് പറഞ്ഞാൽ 2 ആയിരുന്നെങ്കിൽ √3 ആയിരുന്നു. 25/2. അപ്പം ഞാനിത് ഓപ്ഷൻ ഒരു പേന എടുക്കാതെ ഞാൻ എന്ത് ചെയ്യും, ഓപ്ഷൻ എ അല്ലോ, √3/625 √3 ആണ്, √3/4. ഓപ്ഷൻ ബി എന്ത് ചെയ്യും, ഒരു പേന എടുക്കാതെ ഞാൻ ചെയ്യും. പെൻ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എത്ര എൻ്റെ ഫൗണ്ടേഷൻ ബാച്ച് പഠിച്ച കുട്ടികൾ എന്ത് ചെയ്യും, ഇത് പെൻ ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരാം. നോക്ക്, 2 സെൻറ്റിമീറ്റർ, ഞാൻ ഇപ്പോൾ പറഞ്ഞു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 സെൻറ്റിമീറ്റർ സൈഡുള്ള ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ √3 ആയിരിക്കും. അപ്പോൾ ഞാൻ 2നെ k കൊണ്ട് ഗുണിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും 2k ആയി. അപ്പോൾ ഏരിയ നമ്മൾ സൈഡിനെ k കൊണ്ട് ഗുണിച്ചാൽ ഏരിയ എന്താവും, √3 × k² കൊണ്ട് മൾട്ടിപ്ലൈ. അത്രേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നോക്ക്, സൈഡ് 25 സൈഡ് 2 ആയിരുന്നെങ്കിൽ, ഇപ്പം 2 ആയിരുന്നെങ്കിൽ നമുക്ക് എത്ര കിട്ടിയേനെ, √3 ആയിരുന്നു ഏരിയ. ഇപ്പോൾ 2നെ എത്ര കൊണ്ട് ഗുണിച്ചേക്കുക, 25 വേണ്ടി 25/2 ഗുണിച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഏരിയ എന്താവും, 25/2 സ്ക്വയർ കൊണ്ട് ഗുണിക്കണം. 625/4 √3. നിങ്ങൾ √3/4 a² ചെയ്താലും ഇതേ കിട്ടത്തുള്ളൂ. പക്ഷേ നിങ്ങൾ വിചാരിക്കും √3/4 a² വെച്ച് ആ ഒരു ഫോമുല ചെയ്തപ്പോഴേ എന്തിനാണ് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത് പഠിക്കുന്നതെന്ന്. പക്ഷേ ഇത് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാണുമ്പോൾ, ഞാൻ എൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മനസ്സിലാവും. ഇപ്പോൾ 2 എണ്ണമൊക്കെ ഒരുമിച്ച് വരും. ഏരിയ കണ്ടുപിടിക്കാനും പെരിമീറ്റർ കണ്ടുപിടിക്കാനും അത് വെച്ചിട്ട് വേറെ ഇത് കണ്ടുപിടിക്കാനും ഇപ്പോഴൊക്കെ ഇത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് സഹായിക്കും. ആ പേന എടുക്കാതെ ചെയ്യുന്ന മെത്തേഡ്സ് നിങ്ങൾ ഒരുപാട് സഹായിക്കും. ഇഫ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് ബേസ് മെഷേഴ്സ് 3 cm 4 cm കറസ്പോണ്ടിങ് ഹൈറ്റ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് 3 ആണ്, ഇൻറ്റു ഹൈറ്റ് ഇതാണ് തന്നിട്ട് 4. നമുക്ക് ഈ ഹൈറ്റിൻ്റെ വാല്യൂ ആണ് വെച്ചിട്ടുള്ളത് 8/3. 8/3 2/3. ഓപ്ഷൻ സി. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ 8, 8, 12 ആണ്. ഐസോസിസ് ആണ്. ഏരിയ വേണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 8, 8. ഇപ്പം ഐസോസിസ് ട്രയാങ്കിളിൻ്റെ ഇത് കണ്ടുപിടിക്കാൻ, ഏരിയ കണ്ടുപിടിക്കാൻ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മാർഗ്ഗം. നിങ്ങൾ ആ ഫോമുല ഏരിയയുടെ ഫോമുല പഠിക്കുക വേണ്ട. ഹൈപ്പോട്ടനസ് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുക. അപ്പോൾ എന്താവും, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. 6 ആണ്, ഇത് 12 ആണ്. 6, 8 വേറെ ഒന്നുമില്ല. ഇവിടെ നിന്നാണ് 2 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. അപ്പോൾ 2 ഇതിനകത്തും കാണും. ഇനി ബാക്കിയുള്ളത് 4 ആണ്. 4 സ്ക്വയർ മൈനസ് ഇവിടെ 3 സ്ക്വയർ, 4 സ്ക്വയർ 16 -9 7 വരും 2√7. നമ്മുടെ ആൻസർ ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഹാഫ് ഇൻറ്റു ഈ 2√7 ആകുമ്പോൾ നമുക്ക് √7 വരും. √7 ഓപ്ഷനിലുള്ള ഓപ്ഷൻ ഏതുണ്ട്, ഓപ്ഷൻ എ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യണ്ട. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, ഹാഫ് ഇൻറ്റു 12 ഇൻറ്റു 2√7. ആൻസർ ഇത് തന്നെ ആയിരിക്കും വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഐസോസിസ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ പഠിച്ചല്ലോ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഐസോസിസ് ട്രയാങ്കിളിൻ്റെ ഏരിയ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. യെസ്, സൈഡ്സ് ഓഫ് എ ട്രയാങ്കിളിൻ്റെ റേഷ്യോ വന്നിട്ടുണ്ട്. സം ഓഫ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് സൈഡ്. ഷോർട്ടസ്റ്റ് ലോങ്ങസ്റ്റ് എത്ര, 4, 9, 13 വാല്യൂ 65. അപ്പോൾ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് 7ൻ്റെ വാല്യൂ 7, 5, 35. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. നെക്സ്റ്റ്, ഇനി നമ്മൾ 20 ക്വസ്റ്റ്യൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. PQ is a chord of a circle. ഓക്കെ, ദ ടാൻജന്റ് XR ഓൺ അറ്റ് XR ഓൺ സർക്കിൾ കട്ട് PQ പ്രൊഡ്യൂസ് അറ്റ് R. XR എന്നുണ്ട്. ഓക്കെ, ഒരു ലാംഗ്വേജ് പ്രോബ്ലം നിങ്ങൾക്ക് ഞാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സർക്കിളിൻ്റെ ക്ലാസ് കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. PQ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കോഡാണ്. ടാൻജന്റ് XR. ഓക്കെ, PQനെ R-ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. PQ R-ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ടാൻജന്റ് അറ്റ് XR ഓൺ X. ഓക്കെ, XR. ഓക്കെ, ഇത് Xലാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ മുട്ടുന്നത്. അപ്പോൾ എക്സിൽ ഓൺ സർക്കിൾ കട്ട്സ് PQ പ്രൊഡ്യൂസ് അറ്റ് R ഇഫ് XR = 12. ഇത് 12 ആണ്. PQ എന്ന് പറഞ്ഞാൽ X ആണ്. QR എന്ന് പറഞ്ഞാൽ X - 2 ആണ്. ദെൻ Xൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനൊരു ഇങ്ങനൊരു ഫിഗർ ആണെങ്കിൽ ഈ ടാൻജന്റിൻ്റെ സ്ക്വയർ 12 സ്ക്വയർ 147 = പുറത്തുള്ള എത്ര, X - 2 ഇൻറ്റു ടോട്ടൽ അടുത്ത പുറത്തുള്ളത് ഇൻറ്റു ടോട്ടൽ. ഓക്കെ, തന്നെ അകത്ത് ക്ലോസ് ചെയ്യുമ്പോഴുള്ള അല്ലെങ്കിൽ പുറത്ത് 2 കോഡുകൾ ക്ലോസ് ചെയ്യുമ്പോഴും ഉള്ള കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ സർക്കിളിൻ്റെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതേ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഇതേ ക്വസ്റ്റ്യനിൽ ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻ. X ഇൻറ്റു ടോട്ടൽ എത്രയാണ്, Xഉം X - 2 2X - 2. ഇനി എന്ത് ചെയ്യണം, ഓപ്ഷൻ എടുത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. 7 കൊടുക്കുമ്പോൾ 5, Xന് 7 കൊടുക്കുമ്പോൾ 5 വരും. 5ൻ്റെ മൾട്ടിപ്പിൾ ആണ് 147 അല്ല, ഇതല്ല. 6 കൊടുക്കുമ്പോൾ
4 മൾട്ടിപ്പിൾ ആണ്. 4 ഗുണം ഇത് 12 - 10 40 വരും. അല്ല 10 കൊടുക്കുമ്പോൾ 8 ഗുണം 8ൻ്റെ മൾട്ടിപ്പിൾ ആണ്. 8 ഗുണം 16 14 8 ഗുണം 20 - 2 18 18 8 147 അപ്പോൾ ഓപ്ഷൻ സി 10 ആണ് എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ. ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റൻ ഇന്നത്തെ 2 circles of diameter 50 58 intersect each other at point A and B such that length of common chord എന്നിട്ട് 40. Find the distance between centers of these 2 circles. ഓക്കെ, ഒന്നുമില്ല, ഒരു സർക്കിള് രണ്ടാമത്തെ സർക്കിള് അവർ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അവരുടെ രണ്ടിൻ്റെയും റേഡിയസ് ഇതാണെന്ന് വെച്ചോ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റിൻ്റെ ഡയമീറ്റർ 50 ആകുമ്പോൾ ഇപ്പോൾ എത്രയാണ് 25, റേഡിയസ് 25. ഇതിൻ്റെ ഡയമീറ്റർ 58 ആകുമ്പോൾ ഇതിൻ്റെ റേഡിയസ് 29. എ ആൻഡ് ബി, എയിലും ബിയിലും എന്ത് ചെയ്യുന്നു മുട്ടുന്നു. ലെങ്ത് ഓഫ് കോമൺ കോഡ്, അപ്പോൾ കോമൺ കോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ടോട്ടൽ എത്രയാണ് 40. ഞാൻ എന്ത് ചെയ്യുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടുന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്താണ് നമ്മുടെ റേഡിയസിൽ നിന്നും സെൻറ്ററിൽ നിന്നും കോഡിലോട്ട് പെർപെൻഡിക്കുലർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യും അതിനെ ഡിവൈഡ് ചെയ്യും ഈക്വലായിട്ട്. അപ്പോൾ ഇത് 20 ആണ്, ഇത് 20 ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് സാധനം മതി. കാര്യം നമുക്ക് ഈ ഡിസ്റ്റൻസാണ് ചോദിച്ചേക്കുന്നത്, ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. അപ്പോൾ 25 20, അപ്പോൾ ഇത് എത്ര ആയിരിക്കും 5 5 4 3 അല്ലേ. റേഷ്യോ എടുക്കുമ്പോൾ 5 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 5 4 ഇവിടെ 3 ആയിരിക്കും. അപ്പോൾ 5 4 3 എന്ന് പറയുന്നതാണ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത്. ഇത് 5 കൊണ്ട് 25 ആണെങ്കിൽ 4 കൊണ്ട് 20 ആണ്, 3 കൊണ്ട് എത്രയാണ് ഇത് 15 വരും. നമ്മുടെ ആൻസർ 15 പ്ലസ് ഇനി 20 29 21 ട്രിപ്ലറ്റ് ആണ്. 21ൻ്റെ സ്ക്വയറും 20ൻ്റെ സ്ക്വയർ കൂട്ടുന്നതാണ് 29ൻ്റെ സ്ക്വയർ. എത്ര വരും 21 വരും. 21 15 എത്രയാണ് 36. ഓപ്ഷൻ സി ആൻസർ കൊടുക്കാം. ഈസി ആയിട്ട് ചെയ്യേണ്ട ക്വസ്റ്റൻ ആണ്. ഇതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫിഗർ വരച്ച് സെറ്റാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ക്വസ്റ്റൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ജോമെട്രിയുടെ 22 ക്വസ്റ്റൻ ചെയ്തു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 22ഓളം ക്വസ്റ്റൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ജോമെട്രിക്ക് വേണ്ടി ഒരു 44 40 പ്ലസ് ക്വസ്റ്റൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് അത് പ്രാക്ടീസാണ്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ക്വസ്റ്റൻസും ഈസി ആയിട്ട് ചെയ്യാം. കണ്ടന്റ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇതേപോലെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് നിങ്ങൾ മസ്റ്റായിട്ടും കമൻ്റായിട്ട് പറയണം. ഓക്കെ, അടുത്ത ക്ലാസ്സുകൾ ചെയ്യാൻ വേണ്ടിയുള്ളൊരു എന്താണ് നമുക്ക് അടുത്തൊരു ക്ലാസ്സുകൾ ചെയ്യാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നു എന്നറിയുമ്പോൾ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് കമൻ്റായിട്ട് പറയാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ചാനൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നല്ല കണ്ടന്റ് കിട്ടുന്ന ചാനൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ SSCക്ക് വേണ്ടിയുള്ള കാര്യം പറയുകയാണ്. SSC ആയിക്കോട്ടെ റെയിൽവേ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജോമെട്രിയുടെ തന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് ജോമെട്രിയുടെ തന്നെ അടുത്ത പാർട്ടുമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കുക. ഇനിയുള്ള സമയങ്ങളിൽ മാക്സിമം പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി റിവിഷനൊക്കെ നടത്തി സെറ്റായിട്ട് പോവുക. പുതിയ കാര്യങ്ങളിലൊക്കെ അധികം പോകാതിരിക്കുക. 10 ദിവസങ്ങളേ ഉള്ളൂ. മാക്സിമം റിവൈസ് ചെയ്തിട്ട് കൂടുതൽ മോക്ക് ടെസ്റ്റ് എഴുതി നിങ്ങൾ നിങ്ങളെ തന്നെ മെൻ്റലി പ്രിപ്പയർഡ് ആക്കുക. ഓക്കെ, പ്രീവിയസ് ഇയർ തന്നെ ചെയ്യുക കേട്ടോ. മോക്ക് ടെസ്റ്റുകൾ പ്രീവിയസ് ഇയർ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.